ഒരു പ്രാവ് പറന്നു വന്ന് പഴയ ഒരു ബാൽക്കണിയുടെ ഗ്രില്ലിലിരുന്നു. വീടിനുള്ളിൽ ജനലരികിൽ ഒരു വൃദ്ധനായ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. താഴെയുള്ള തെരുവ് നോക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അർജുൻ ജോലിയുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും മറ്റും നോക്കി സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛൻ പക്ഷിയെ നോക്കി ചോദിച്ചു, അത് ഏത് പക്ഷിയാ മോനെ? അർജുൻ ഒരു നിമിഷം തലയുയർത്തി പറഞ്ഞു, അതൊരു പ്രാവാണ് പപ്പ. 10 സെക്കൻഡിന് ശേഷം പക്ഷി മൃദുവായി കുറുകി. അച്ഛൻ അതേ ശാന്തമായ ശബ്ദത്തിൽ വീണ്ടും ചോദിച്ചു, അത് ഏത് പക്ഷിയാ മോനെ? ഈ തവണ അർജുൻ തലയുയർത്തിയില്ല. അവൻ വെറുതെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അതൊരു പ്രാവാണ്. അല്പനേരം നിശബ്ദത തളം കെട്ടി. പക്ഷി ഗ്രില്ലിൽ തന്നെ ഇരുന്നു. അച്ഛൻ 3-ാം തവണയും ചോദിച്ചു. അർജുൻ ഒരു നേരിയ നിശ്വാസത്തോടെ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, പപ്പ അതൊരു പ്രാവാണ്. എന്താ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? മുറിയിൽ നിശബ്ദത പരന്നു. അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് തന്റെ ബെഡ്റൂമിലേക്ക് നടന്നു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അർജുൻ അതുവഴി നടന്നപ്പോൾ അച്ഛന് കട്ടിലിൽ ഇരിക്കുന്നത് കണ്ടു. അച്ഛൻ എന്തു ചെയ്യാണെന്നറിയാൻ അർജുൻ റൂമിലേക്ക് ചെന്നു. അച്ഛൻ ഒരു പഴയ ഡയറി തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. അർജുന് ആ പേജിലെ വരികൾ കാണാമായിരുന്നു. ആ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇന്ന് അർജുൻ 10 തവണ എന്നോട് പൂച്ച എന്താണെന്ന് ചോദിച്ചു. അവൻ അന്ന് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ തവണയും ഞാൻ ക്ഷമയോടെ പുഞ്ചിരിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും നൽകി അവന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊടുത്തു. കാരണം ആ കുഞ്ഞു ശബ്ദം കേൾക്കുന്നത് എനിക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്നോ. അർജുൻ നിശബ്ദനായി. അച്ഛന്റെ സ്നേഹവും താൻ കാണിച്ച മടുപ്പും അവനെ ഒരുപോലെ വേദനിപ്പിച്ചു. കുറ്റബോധത്തോടെ അവൻ അച്ഛന്റെ അരികിലിരുന്നു. കൂടുതൽ നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.